ഡിയർ സ്റ്റുഡൻസ്, എല്ലാവർക്കും ഇന്നത്തെ മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്ക് ലോഗരിതമിക് ഡിഫറൻസിയേഷൻ്റെ പ്രോബ്ലംസ്. കഴിഞ്ഞ വീഡിയോയിലൂടെ നമ്മൾ ലോഗരിതമിക് ഡിഫറൻസിയേഷൻ പരിചയപ്പെട്ടു. കുറച്ച് പ്രോബ്ലംസും ചെയ്തു കഴിഞ്ഞു. ഇവിടെയും അതിൻ്റെ കണ്ടിന്യൂഷനാണ്. ലോഗരിതമിക് ഡിഫറൻസിയേഷൻ അപ്ലൈ ചെയ്തുകൊണ്ട് ഒരുപാട് വെറൈറ്റി പ്രോബ്ലംസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് അതെല്ലാം ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ ആദ്യം തന്നെ പറയുന്നത് 3 ഫംഗ്ഷൻ്റെ പ്രോഡക്റ്റ് റൂളാണ്. അത് പറഞ്ഞതിന് ശേഷം നമുക്ക് പ്രോബ്ലത്തിലേക്ക് കടക്കാം. കാരണം 3 ഫംഗ്ഷൻസിൻ്റെ പ്രോഡക്റ്റ് റൂള് നമുക്ക് ഇവിടെ ഒരു പ്രോബ്ലത്തിൽ അപ്ലൈ ചെയ്യാനുണ്ട്. ഇപ്പോൾ ലോഗരിതമിക് ഡിഫറൻസിയേഷനിൽ അങ്ങനെ ഒരു കേസ് വരുന്നുണ്ട്. അതുകൊണ്ട് അതാദ്യം ഡിസ്കസ് ചെയ്യാം. 3 ഫങ്ഷൻസ് വന്നാൽ പ്രോഡക്റ്റ് റൂൾ എന്താണ്? 2 ഫങ്ഷൻസ് നിങ്ങൾ മുന്നേ തന്നെ ഫസ്റ്റ് ഇയർ തന്നെ പഠിച്ചതാണ് അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. d/dx ഓഫ് യു വി ഡബ്ല്യു, യുവും വിയും ഡബ്ല്യു 3 ഫങ്ഷൻസ്, എക്സിലുള്ള ഫങ്ഷൻസ്, അതിൻ്റെ പ്രോഡക്റ്റ് റൂൾ എന്താണെന്നുള്ളത്. ഇത് രണ്ടെണ്ണത്തിൻ്റെ റൂൾ അപ്ലൈ ചെയ്തിട്ടാണ് ഇത് തെളിയിക്കുന്നത്. അപ്പോൾ നമുക്കിത് 2 ഫങ്ഷൻ്റെ പ്രോഡക്റ്റ് ആക്കിയിട്ട് മാറ്റാം. അതായത് d/dx ഓഫ് യു വി ഇൻറ്റു ഡബ്ല്യു, യു വി എന്നുള്ളത് ഒരു സിംഗിളായിട്ട് പരിഗണിക്കുക, സിംഗിൾ ടേം, ആൻഡ് സെക്കൻഡ് ടേം ഡബ്ല്യു അങ്ങനെ എടുക്കാം. എന്നിട്ട് യൂസിങ് ദി പ്രോഡക്റ്റ് റൂൾ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് 2 ഫങ്ഷൻസ്, 2 ഫങ്ഷൻ്റെ പ്രോഡക്റ്റ് റൂൾ ഓഫ് ഡെറിവേറ്റീവ് അപ്ലൈ ചെയ്താൽ ഫസ്റ്റ് ടേം ഇവിടെ യു വി ആണല്ലോ, സെക്കൻഡ് ടേം ആണ് ഡബ്ല്യു അല്ലേ? അപ്പോൾ ഡെറിവേറ്റീവിൻ്റെ പ്രോഡക്റ്റ് റൂൾ എടുത്താൽ എന്താ വരിക? യു വി ഇൻറ്റു ഡി ഡബ്ല്യു ബൈ ഡി എക്സ് അല്ലേ? ഫസ്റ്റ് ടേം ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് ഡബ്ല്യു ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് യു വി, അതായത് സെക്കൻഡ് ടേം ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. അതാണല്ലോ പ്രോഡക്റ്റ് റൂൾ ഓഫ് 2 ഫങ്ഷൻസ്. ഇനി അത് വീണ്ടും നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. അടുത്ത സ്റ്റെപ്പിൽ നോക്കാം. യു വി ഇൻറ്റു ഡി ഡബ്ല്യു ബൈ ഡി എക്സ് അതങ്ങനെ തന്നെ എഴുതുന്നു, പ്ലസ് അടുത്ത ടേമിൽ ഡബ്ല്യു ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് യു വി എന്നുണ്ടല്ലോ, അതായത് യു ഇൻറ്റു വിയുടെ ഡെറിവേറ്റീവ് ആണ്. അത് 2 ഫംഗ്ഷൻ്റെ പ്രോഡക്റ്റ് തന്നെയാണ് അല്ലേ? അപ്പോൾ അവിടെ വീണ്ടും പ്രോഡക്റ്റ് റൂൾ തന്നെ കൊടുക്കുന്നു. ഡബ്ല്യു ഇൻറ്റു ആ 2 യു ഇൻറ്റു വിയുടെ ഡെറിവേറ്റീവ് അപ്ലൈ ചെയ്താൽ, 2 ഫംഗ്ഷൻ്റെ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്താൽ ഡബ്ല്യു ഇൻറ്റു ബ്രാക്കറ്റിൽ യു ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് പ്ലസ് വി ഇൻറ്റു ഡി യു ബൈ ഡി എക്സ് എന്ന് വരും അല്ലേ? ദാറ്റ്സ് ഈക്വൽ ടു യു വി ഇൻറ്റു ഡി ഡബ്ല്യു ബൈ ഡി എക്സ് പ്ലസ്, അല്ലെങ്കിൽ ഇത് ബ്രാക്കറ്റിനുള്ളിലേക്ക് ഡബ്ല്യു മൾട്ടിപ്ലൈ ചെയ്താൽ സെക്കൻഡ് ടേം ഡബ്ല്യു യു ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് പ്ലസ് ഡബ്ല്യു വി ഇൻറ്റു ഡി യു ബൈ ഡി എക്സ് എന്ന് കിട്ടും. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ റിസൾട്ടായിട്ട് കിട്ടുന്നത്. അത് വേണമെങ്കിൽ ഒന്ന് ഓർഡറിൽ ഒരു മാറ്റി എഴുതാം. ദാറ്റ്സ് ഈക്വൽ ടു ഡി യു ബൈ ഡി എക്സ് ഇൻറ്റു വി ഡബ്ല്യു പ്ലസ് ഡി വി ബൈ ഡി എക്സ് ഇൻറ്റു യു ഡബ്ല്യു പ്ലസ് ഡി ഡബ്ല്യു ബൈ ഡി എക്സ് ഇൻറ്റു യു വി എന്ന് കിട്ടും. അത് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്യാം അല്ലേ? ഡാഷ് ഉപയോഗിച്ചിട്ട്, അതായത് യു ഡാഷ് വി ഡബ്ല്യു പ്ലസ് വി ഡാഷ് യു ഡബ്ല്യു പ്ലസ് ഡബ്ല്യു ഡാഷ് യു വി, അതായത് ഫസ്റ്റിൻ്റെ ഡെറിവേറ്റീവ് ഇൻറ്റു സെക്കൻഡ് ഇൻറ്റു തേർഡ് പ്ലസ് സെക്കൻഡിൻ്റെ ഡെറിവേറ്റീവ് ഇൻറ്റു ഫസ്റ്റ് ഇൻറ്റു തേർഡ് പ്ലസ് തേർഡിൻ്റെ ഡെറിവേറ്റീവ് ഇൻറ്റു ഫസ്റ്റ് ഇൻറ്റു സെക്കൻഡ്. അങ്ങനെയാണ് 3 ഫംഗ്ഷൻ്റെ പ്രോഡക്റ്റ് റൂള് വരുന്നത്. ഇനി ഇങ്ങനെ വന്നാൽ നിങ്ങൾക്ക് ഈ റൂൾ അപ്ലൈ ചെയ്തിട്ട് ചെയ്യാം. സോ ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് കടക്കാം. ഡിഫറൻഷ്യേറ്റ് ദി ഫോളോയിങ്സ് വിത്ത് റെസ്പെക്ട് എക്സ്. അതിൽ ഒന്നാമത്തത് എക്സ് റേസ് ടു സൈൻ എക്സ് പ്ലസ് സൈൻ എക്സ് റേസ് ടു കോസ് എക്സ്. ഇത് നിങ്ങൾ ഫസ്റ്റ് വീഡിയോയിൽ പരിചയപ്പെട്ടതിൽ നിന്നും ഒരു വ്യത്യസ്തമായ പ്രോബ്ലമാണ്. കാരണം ഇവിടെ നോക്കുക എന്താ വ്യത്യാസം എന്നുള്ളത്. നമ്മൾ ഈ എക്സിലുള്ള ഈ ഫംഗ്ഷനെ നമ്മൾ വൈ എന്ന് വിളിച്ചാൽ വൈ ഈക്വൽ ടു എക്സ് റേസ് ടു സൈൻ എക്സ് പ്ലസ് സൈൻ എക്സ് റേസ് ടു കോസ് എക്സ്. ഇവിടെ നമുക്ക് ഡയറക്റ്റ്ലി ലോഗെടുത്ത് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആർ എച്ച് എസിൽ 2 ടേംസിൻ്റെ അഡീഷൻ ആയിട്ടുണ്ട് അല്ലേ? എക്സ് റേസ് ടു സൈൻ എക്സ്
പ്ലസ് സൈൻ എക്സ് റേസ് ടു കോസ് എക്സ്. അങ്ങനെ രണ്ട് ടേമിൻ്റെ അഡീഷനായിട്ട് RHS ഉള്ളതുകൊണ്ട് ഡയറക്റ്റ്ലി ലോഗ് എടുത്തിട്ട് ചെയ്യാൻ പറ്റില്ല. കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞതുപോലെ പറ്റില്ല. കാരണം ലോഗ് ഓഫ് രണ്ട് ടേമിൻ്റെ അഡീഷൻ അല്ലേ, അങ്ങനെ ഒരു റൂള് നമുക്കില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ y = u + v എന്ന് എടുക്കും. അതായത് ഫസ്റ്റ് ടേമിനെ u എന്നും സെക്കൻഡ് ടേമിനെ v എന്ന് റെപ്രസെൻ്റ് ചെയ്യും. അതായത് എക്സ് റേസ് ടു സൈൻ എക്സ് ആണ് ഫസ്റ്റ് ടേം അല്ലേ, അത് u എന്ന് റെപ്രസെൻ്റ് ചെയ്തു. പ്ലസ് സൈൻ എക്സ് റേസ് ടു കോസ് എക്സിനെ v എന്നും. ദെൻ dy/dx എന്ത് വരും? du/dx പ്ലസ് dv/dx അല്ലേ, രണ്ടും കൂടി ആഡ് ചെയ്തതാണ്, രണ്ട് ഡെറിവേറ്റീവ് ആഡ് ചെയ്തതാണ് dy/dx എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് du/dx കാണണം, dv/dx കാണണം അല്ലേ, രണ്ട് സെപ്പറേറ്റ് ആയിട്ട് കണ്ടിട്ട് ആഡ് ചെയ്താൽ മതി. അപ്പോൾ u ആദ്യം എടുക്കാം. u എന്ന് പറയുന്നത് എന്താണ്? എക്സ് റേസ് ടു സൈൻ എക്സ് ആണ്. അത് നേരത്തെ ചെയ്തതുപോലെ ലോഗരിതമിക് റൂൾസ് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഡെറിവേറ്റീവ് കാണാം. അതായത് രണ്ട് സൈഡിൽ ലോഗ് അപ്ലൈ ചെയ്യുക. ലോഗ് u = log ഓഫ് എക്സ് റേസ് ടു സൈൻ എക്സ്. അതായത് സൈൻ എക്സ് ലോഗ് എക്സ് എന്ന് ഡയറക്റ്റ് എഴുതിയാൽ മതി പവർ റൂൾ കൊടുക്കുമ്പോഴല്ലേ, സൈൻ എക്സ് ലോഗ് എക്സ്. ദെൻ ഡിഫറൻഷ്യേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, രണ്ട് സൈഡിലും ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. ലോഗ് യുടെ ഡെറിവേറ്റീവ് എന്താ? 1/u ഇൻറ്റു du/dx എന്നല്ലേ വരിക. അതുപോലെ RHSൽ സൈൻ എക്സ് ഇൻറ്റു ലോഗ് എക്സ് ആണ്, അത് പ്രോഡക്റ്റ് റൂൾ കൊടുത്തിട്ട് ഡെറിവേറ്റീവ് എഴുതണം. അതായത് സൈൻ എക്സ് ഇൻറ്റു 1/x അല്ലേ, പ്ലസ് ലോഗ് എക്സ് ഇൻറ്റു സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ് എന്നല്ലേ വരിക. ദെർഫോർ du/dx = u ഇൻറ്റു സൈൻ എക്സ് ബൈ എക്സ് പ്ലസ് കോസ് എക്സ് ലോഗ് എക്സ്. ഇനി ആ u എന്നുള്ളത് മാറ്റി എഴുതണം. അതായത് എക്സ് റേസ് ടു സൈൻ എക്സ് ആണല്ലോ, ഇൻറ്റു സൈൻ എക്സ് ബൈ എക്സ് പ്ലസ് കോസ് എക്സ് ലോഗ് എക്സ്. സോ ഇതാണ് du/dxൻ്റെ ആൻസർ. ഇനി ഇതേപോലെ നമ്മൾ എന്ത് കാണണം? v എടുത്തിട്ട് dv/dx കാണണം അല്ലേ. v എന്താണ്? സൈൻ എക്സ് റേസ് ടു കോസ് എക്സ് ആണ്. അതിലും ഇതേപോലെ ലോഗ് അപ്ലൈ ചെയ്താൽ ലോഗ് v = കോസ് എക്സ് ലോഗ് സൈൻ എക്സ് എന്ന് വരും അല്ലേ, പവർ റൂള് കോസ് എക്സ് ലോഗ് സൈൻ എക്സ്. ദെൻ ഡിഫറൻഷ്യേറ്റ്. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? 1/v dv/dx = കോസ് എക്സ് ഇൻറ്റു ലോഗ് സൈൻ എക്സിൻ്റെത് 1/sin x ഇൻറ്റു സൈൻ എക്സിൻ്റെത് കോസ് എക്സ് എന്ന് വരും അല്ലേ, പ്ലസ് അടുത്തത് എന്താ? ലോഗ് സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് എന്ന് വരും. അതാണ് പ്രോഡക്റ്റ് റൂള്. ദെൻ dv/dx = v ഇൻറ്റു ബ്രാക്കറ്റിൽ വരിക. ഇവിടെ കോസ് എക്സ് ബൈ സൈൻ എക്സിനെ കോട്ട് എക്സ് എന്ന് കൊടുക്കാം. അപ്പോൾ കോസ് എക്സ് ഇൻറ്റു കോട്ട് എക്സ് മൈനസ് സൈൻ എക്സ് ഇൻറ്റു ലോഗ് സൈൻ എക്സ്, അങ്ങനെയാണ് വരുന്നത്. ആ v എന്നുള്ളത് മാറ്റി കൊടുക്കാം. അതായത് സൈൻ എക്സ് റേസ് ടു കോസ് എക്സ് ആയിരുന്നല്ലോ v, അത് തന്നെ കൊടുക്കാം. ഇൻറ്റു ബ്രാക്കറ്റിൽ കോസ് എക്സ് ഇൻറ്റു കോട്ട് എക്സ് മൈനസ് സൈൻ എക്സ് ലോഗ് സൈൻ എക്സ്. ഹെൻസ് dy/dx = എന്താണ്? നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, രണ്ട് ഡെറിവേറ്റീവ് ആഡ് ചെയ്തതാണ് അല്ലേ, യുവിൻ്റെ ഡെറിവേറ്റീവ് വിയുടേതും, du/dx പ്ലസ് dv/dx. അത് രണ്ടും എടുത്ത് എഴുതിയാൽ മതി. രണ്ടും കണ്ടിട്ടുണ്ടല്ലോ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട്. അപ്പോൾ എക്സ് റേസ് ടു സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സ് ബൈ എക്സ് പ്ലസ് കോസ് എക്സ് ലോഗ് എക്സ് പ്ലസ് സൈൻ എക്സ് റേസ് ടു കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ് കോട്ട് എക്സ് മൈനസ് സൈൻ എക്സ് ലോഗ് സൈൻ എക്സ്. രണ്ട് ആൻസർ ആഡ് ചെയ്തത്. ഇങ്ങനെയാണ് രണ്ട് എക്സ് ടേമിലുള്ള അഡീഷൻ വന്നാൽ, രണ്ടും എക്സുള്ള ഫങ്ഷൻസാണ് അവിടെ അഡീഷനായിട്ട് വരിക. അങ്ങനെ വന്നാൽ നമ്മൾ ഈ രീതിയിലാണ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നത്. അടുത്ത എക്സാമ്പിൾ ലോഗ് എക്സ് റേസ് ടു എക്സ് പ്ലസ് എക്സ് റേസ് ടു ലോഗ് എക്സ്. അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ y എന്നത് എടുത്തു, എന്നിട്ട് അതിനെന്ത് കൊടുത്തു? u + v എന്ന് കൊടുത്തു അല്ലേ. ദെൻ dy/dx എന്ന് പറഞ്ഞാൽ du/dx പ്ലസ് dv/dx ആണ്. അപ്പോൾ ആദ്യം u എടുത്തു. u എന്ന് പറഞ്ഞാൽ ലോഗ് എക്സ് റേസ് ടു എക്സ് ആണ്. രണ്ട് സൈഡിൽ ലോഗ് അപ്ലൈ ചെയ്താൽ ലോഗ് u = RHS എന്താ വരിക? എക്സ് ലോഗ് എക്സ് എന്ന് വരും അല്ലേ, പവർ റൂൾ കൊടുത്താൽ എക്സ് ലോഗ് എക്സ്. ഇനി ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 1/u du/dx ആണ് LHS. RHSൽ പ്രോഡക്റ്റ് റൂൾ കൊടുക്കുമ്പോൾ എക്സ് ഇൻറ്റു
ലോഗ് എക്സിൻ്റെത് അതൊക്കെ നമ്മൾ മുന്നേ തന്നെ ചെയ്തതാണ് അല്ലേ. ലോഗ് എക്സ് ഒക്കെ നമ്മൾ മുന്നേ തന്നെ ഡിഫറൻഷ്യേറ്റ് ചെയ്തതാണ്. ലോഗരിതമിക് ഡിഫറൻസിയേഷൻ അപ്ലൈ ചെയ്തിട്ട് അപ്പോൾ ഇവിടെ എന്താ വരിക, ലോഗ് എക്സിൻ്റെത് 1/log x ഇൻറ്റു 1/x അല്ലേ, പ്ലസ് ലോഗ് എക്സ് ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1. ഹാൻസ് du/dx ഇസ് ഈക്വൽ ടു u ഇൻറ്റു ആദ്യത്തെ ടേമിൽ എക്സും ക്യാൻസൽ ചെയ്യുന്നുണ്ട്, പിന്നെ 1/log x എന്ന് മാത്രമേ വരുള്ളൂ, പ്ലസ് ലോഗ് എക്സ്. ആ യു എന്നുള്ളത് മാറ്റി എഴുതാം. log x റേസ് ടു എക്സ് ഇൻറ്റു 1/log x പ്ലസ് ലോഗ് എക്സ്. ഇനി വി ഈക്വൽ ടു എക്സ് റേസ് ടു ലോഗ് എക്സ് ആണ്. അവിടെ നമ്മൾ ലോഗ് അപ്ലൈ ചെയ്താൽ ലോഗ് വി ഈക്വൽ ടു ലോഗ് എക്സ് എന്ന് വരും അല്ലേ. ദെൻ ഡിഫറൻഷ്യേറ്റ് വിത്ത് റെസ്പെക്ട് എക്സ് 1/v dv/dx ഇസ് ഈക്വൽ ടു RHSൽ പ്രോഡക്റ്റ് റൂള് log x ഇൻറ്റു 1/x പ്ലസ് log x ഇൻറ്റു 1/x. രണ്ടും സെയിം ഫങ്ഷൻ ആണല്ലോ. അതായത് log x/x 2 ടൈംസ് അല്ലേ വരിക, രണ്ട് ടേമും log x/x തന്നെയല്ലേ, അപ്പോൾ അത് ആഡ് ചെയ്യുമ്പോൾ 2 ടൈംസ് എന്ന് കൊടുത്താൽ മതിയല്ലോ. 2 ടൈംസ് log x/x അതാണ് RHSൽ. ദെൻ dv/dx ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു v ഇൻറ്റു log x/x. ആ വി എന്നുള്ളത് മാറ്റി കൊടുക്കുക. അപ്പോൾ 2 ഇൻറ്റു എക്സ് റേസ് ലോഗ് എക്സ് ഇൻറ്റു log x/x. ദെൻ dy/dx ഇസ് ഈക്വൽ ടു ആ രണ്ട് ആൻസറും ആഡ് ചെയ്തിട്ട് എഴുതിയിട്ടുണ്ട് ഇവിടെ. രണ്ട് ആൻസറും ആഡ് ചെയ്ത് എഴുതാം. ഇതാണ് dy/dxൻ്റെ ആൻസറായിട്ട് വരിക. അപ്പോൾ ഇതിൽ ചില ഫങ്ഷൻസൊക്കെ ഒരുപാട് ചെയ്യാനുണ്ടാവും. ചിലത് സിമ്പിളായിരിക്കും, ചിലത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. അപ്പോൾ ചെയ്യുമ്പോൾ നന്നായി ശ്രദ്ധിച്ച് ചെയ്യാം. നെക്സ്റ്റ് നോക്കുക, എക്സ് കോസ് എക്സ് റേസ് ടു എക്സ് പ്ലസ് എക്സ് സൈൻ എക്സ് റേസ് ടു 1/x. ഇതൊക്കെ 3 ടേംസ് എല്ലാം വരും അല്ലേ, ലോഗരിതമിക് റൂളെല്ലാം അപ്ലൈ ചെയ്ത് ചെയ്യുമ്പോൾ. നോക്കാം, ലെറ്റ് y ഈക്വൽ ടു എക്സ് കോസ് എക്സ് റേസ് ടു എക്സ് പ്ലസ് എക്സ് സൈൻ എക്സ് റേസ് ടു 1/x. അതിനെ u പ്ലസ് പി എന്ന് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ dy/dx ഇസ് ഈക്വൽ ടു du/dx പ്ലസ് dv/dx ആണ്. ഇനി ഓരോന്നായിട്ട് എടുക്കാം. ആദ്യം യു എന്ന് പറഞ്ഞാൽ എക്സ് കോസ് എക്സ് റേസ് ടു എക്സ്. രണ്ട് സൈഡിൽ ലോഗ് എടുക്കുമ്പോൾ ലോഗ് യു ഈക്വൽ ടു എക്സ് ലോഗ് ഓഫ് എക്സ് കോസ് എക്സ് അങ്ങനെയുണ്ട് അല്ലേ. ഇനി വേണമെങ്കിൽ RHSൽ നിങ്ങൾക്ക് ലോഗിൻ്റെ പ്രോഡക്റ്റ് റൂൾ അവിടെ കൊടുക്കാൻ പറ്റും. അതായത് എക്സ് ഇൻറ്റു ലോഗ് എക്സ് പ്ലസ് ലോഗ് കോസ് എക്സ് എന്ന് എഴുതാൻ പറ്റും. ലോഗ് ഓഫ് എക്സ് കോസ് എക്സിന് ലോഗ് എക്സ് പ്ലസ് ലോഗ് കോസ് എക്സ് എന്ന് വേണമെങ്കിൽ എഴുതാൻ പറ്റും. ഞാനിവിടെ അങ്ങനെ എഴുതിയിട്ടാണ് ചെയ്തത്. അതല്ലാതെ ചെയ്യാൻ പറ്റും, പക്ഷെ ഞാനിവിടെ അങ്ങനെ എഴുതിയിട്ടാണ് ചെയ്തത്. അപ്പോൾ ഇത് വീണ്ടും എക്സിൻ്റെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ എക്സ് ഇൻറ്റു ലോഗ് എക്സ് പ്ലസ് എക്സ് ഇൻറ്റു ലോഗ് കോസ് എക്സ് അങ്ങനെ വരും. ഇനി ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. LHSൽ 1/u du/dx, RHSൽ ആദ്യത്തെ ടേം എക്സ് ലോഗ് എക്സ് അല്ലേ, അതിൻ്റെ പ്രോഡക്റ്റ് റൂൾ കൊടുക്കുമ്പോൾ എക്സ് ഇൻറ്റു 1/x പ്ലസ് ലോഗ് എക്സ് ഇൻറ്റു 1 അല്ലേ, എക്സിൻ്റെത് 1 ആണല്ലോ. പ്ലസ് അടുത്ത ടേം എക്സ് ഇൻറ്റു ലോഗ് കോസ് എക്സ് ആണ്, അവിടെയും പ്രോഡക്റ്റ് റൂൾ തന്നെ. എക്സ് ഇൻറ്റു 1/cos എക്സ് ഇൻറ്റു കോസ് എക്സിൻ്റെത് മൈനസ് സൈൻ എക്സ് പ്ലസ് ലോഗ് കോസ് എക്സ് ഇൻറ്റു എക്സിൻ്റെത് 1. ഇത്രയായാലാണ് അതിൻ്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുക. ഇനി ആദ്യത്തെ ടേമിൽ എക്സും ക്യാൻസൽ ചെയ്തിട്ട് 1 എഴുതിയിട്ടുണ്ട്. പ്ലസ് ലോഗ് എക്സ് മൈനസ് ഇവിടെ മൈനസ് ഉണ്ടല്ലോ, ഇവിടെ സൈൻ എക്സ്/കോസ് എക്സ് ടാൻ എക്സ് എന്ന് കൊടുക്കാം. അപ്പോൾ മൈനസ് എക്സ് ടാൻ എക്സ് പ്ലസ് ലോഗ് കോസ് എക്സ് ഇങ്ങനെയാണ് വരുന്നത്. ദെൻ du/dx ഇസ് ഈക്വൽ ടു വി, du/dx ഇസ് ഈക്വൽ ടു യു ഇൻറ്റു എന്നല്ലേ, ആ യു എന്നുള്ളത് മാറ്റി എഴുതിയിട്ട് എക്സ് കോസ് എക്സ് റേസ് ടു എക്സ് എന്ന് തന്നെ കൊടുക്കുക. ബാക്കിയുള്ളത് ബ്രാക്കറ്റിൽ എഴുതാം. 1 പ്ലസ് ലോഗ് എക്സ് മൈനസ് എക്സ് ടാൻ എക്സ് പ്ലസ് ലോഗ് കോസ് എക്സ്. ഇതാണ് du/dxൻ്റെ ആൻസർ. അതേപോലെ വിയുടേത് ചെയ്യണം. വി എന്താ, എക്സ് സൈൻ എക്സ് റേസ് ടു 1/x. അത് ലോഗ് വി എടുത്താൽ ലോഗ് വി ഇസ് ഈക്വൽ ടു 1/x ലോഗ് ഓഫ് എക്സ് സൈൻ എക്സ് ആണ് അല്ലേ. ഇവിടെ ഞാൻ ലോഗ് ഓഫ് എക്സ് സൈൻ എക്സിന് അതിൻ്റെ പ്രോഡക്റ്റ് റൂൾ കൊടുത്തിന്. അപ്പോൾ ലോഗ് എക്സ് പ്ലസ് ലോഗ് സൈൻ എക്സ് എന്ന് വരും. എന്നിട്ട് 1/xനെ കൊണ്ട് ഉള്ളിൽ മൾട്ടിപ്ലൈ ചെയ്താൽ 1/x ലോഗ് എക്സ് പ്ലസ് 1/x ലോഗ് സൈൻ എക്സ് എന്ന് വരും.
ഇത് നേരത്തെ ചെയ്തതുപോലെയാണ്, അതേ മെത്തേഡാണ്. ഡെറിവേറ്റീവ് എന്താ 1/v/dv/dx ആണ് LHS. RHSൽ ആദ്യത്തതിന് പ്രോഡക്റ്റ് റൂൾ കൊടുക്കുമ്പോൾ 1/x ഇൻറ്റു ലോഗ് എക്സിൻ്റെത് 1/x തന്നെ, പ്ലസ് ലോഗ് എക്സ് ഇൻറ്റു 1/xൻ്റെത് എന്താ -1/x² അല്ലേ, പ്ലസ് അടുത്തത് 1/x ഇൻറ്റു ലോഗ് സൈൻ എക്സ് അല്ലേ, അതിനും നമ്മൾക്ക് പ്രോഡക്റ്റ് റൂൾ കൊടുത്തിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ 1/x ഇൻറ്റു ലോഗ് സൈൻ എക്സിൻ്റെത് 1/sin x ഇൻറ്റു സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്, പ്ലസ് ലോഗ് സൈൻ എക്സ് ഇൻറ്റു 1/xൻ്റെത് -1/x², അങ്ങനെ വരും. ഇതേ മെത്തേഡിൽ അല്ലാതെ നിങ്ങൾക്ക് ചെയ്യാനൊക്കെ പറ്റും. പിന്നെ ലോഗ് x/x എന്നൊക്കെയാണ് ഇത് വരുന്നത്. ആ രീതിയിൽ കോഷ്യൻ റൂളിലൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചും കൂടി നല്ലത്. ശരി, ആദ്യത്തെ ടേം നോക്കുക. 1/x² അല്ലേ, മൈനസ് അടുത്ത ടേം എന്താ -log x/x². അടുത്ത ടേം കോട്ടെക്സ് വരുന്നുണ്ട് ഇവിടെ, cos x/sin x കോട്ടെക്സ് വരുന്നുണ്ട്, കോട്ടെക്സ്/x എന്നാണ് വരുന്നത്. ലാസ്റ്റ് ടേം ലോഗ് സൈൻ x/x² എന്നാണ് വരുന്നത്. ഇനി ഇതിലെല്ലാം 1/x² കോമൺ ആയിട്ട് എടുത്താൽ എല്ലാറ്റിലും ഉണ്ടല്ലേ, ഒരു ടേമിലേ ഇല്ലാത്തതല്ലോ, അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ. അപ്പോൾ എന്ത് വരും, 1/x² ഇൻറ്റു 1 - log x പ്ലസ് മൂന്നാമത്തെ ടേമിൽ x² ഇല്ലാത്തതുകൊണ്ട് ന്യൂമറേറ്ററിന് ഒരു എക്സ് അല്ലേ ഉള്ളൂ ഇവിടെ ഡിനോമിനേറ്ററിൽ. അപ്പോൾ x² ആക്കാൻ വേണ്ടിയിട്ട് ന്യൂമറേറ്ററിനെ x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്, അതായത് x കോട്ടെക്സ് എന്ന് എഴുതിയിട്ടുണ്ട്, -log sin x. അപ്പോൾ എല്ലാറ്റിലും 1/x² ഔട്ട് സൈഡ് എടുത്തിട്ട് എഴുതി. ദെൻ dv/dx = v ഇൻറ്റു എന്നാണ്. ആ v എന്നുള്ളത് ഡയറക്റ്റ്ലി ആ ടേം തന്നെ കൊടുത്തു. വിയുടെ ടേം എന്താ x sin x raised to 1/x ബൈ x² ഉണ്ടല്ലോ അവിടെ, 1/x² അവിടെ ഓൾറെഡി ഉണ്ടല്ലോ, 1/x² ഇൻറ്റു ബ്രാക്കറ്റിൽ 1 - log x പ്ലസ് x കോട്ടെക്സ് -log sin x. സോ നമുക്ക് രണ്ട് ഡെറിവേറ്റീവും കിട്ടി. dy/dx = du/dx പ്ലസ് dv/dx ആണ്. ആ രണ്ട് ആൻസറും എടുത്ത് എഴുതിയാൽ മാത്രം മതി. രണ്ടും ആഡ് ചെയ്തിട്ട് എഴുതിയിട്ടുണ്ട്. സോ ഇത് 3 ടേമൊക്കെ വരുന്നത് ഉണ്ടെങ്കിൽ നമുക്ക് അത്ര കോംപ്ലിക്കേറ്റഡ് അല്ല, എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ശ്രദ്ധിച്ച് ചെയ്യാം. നെക്സ്റ്റ് നോക്കാം. x raised to x cos x പ്ലസ് x² + 1 / x² - 1. ഇവിടെ നോക്കാം. y = അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. x raised to x cos x പ്ലസ് x² + 1 / x² - 1 അല്ലേ, രണ്ട് ടേംസിൻ്റെ അഡീഷനാണ്. അപ്പോൾ അത് u v എന്ന് വിളിച്ചു, u + v എന്ന് എഴുതി. ദെൻ dy/dx = du/dx പ്ലസ് dv/dx ആണ്. അപ്പോൾ ആദ്യം u എന്നുള്ളത് എടുക്കാം. u എന്ന് പറഞ്ഞാൽ x raised to x cos x. ദെൻ ലോഗ് അപ്ലൈ ചെയ്താൽ log u = log x cos x പവർ അല്ലേ, അപ്പോൾ x cos x log x അങ്ങനെ വരും. ഇവിടെ 3 ടേം ഉണ്ട്. ഇവിടെ നമുക്ക് എന്തായാലും 3 ടേംസിൻ്റെ പ്രോഡക്റ്റ് റൂളിൽ തന്നെ അത് വരും, ആ രീതിയിലേ അത് വരുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം 3 ടേംസിൻ്റെ പ്രോഡക്റ്റ് റൂൾ പറഞ്ഞത്. ദെൻ ഡിഫറൻഷ്യേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് 1/u du/dx ആണ് LHS അല്ലേ. RHSൽ 3 ടേം ഉണ്ട് അല്ലേ, എക്സ് ഉണ്ട്, cos x ഉണ്ട്, log x ഉണ്ട്. അപ്പോൾ 3 ടേമിൻ്റെ പ്രോഡക്റ്റിലേ അത് ചെയ്യാൻ പറ്റുള്ളൂ, ആ രീതിയിൽ ആണ് അത് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എന്താണ് 3 ടേംസിൻ്റെ പ്രോഡക്റ്റ് റൂൾ എന്താ, ഫസ്റ്റിൻ്റെ ഡെറിവേറ്റീവ് ഇൻറ്റു സെക്കൻഡ് തേർഡ് അങ്ങനെയല്ലേ. അപ്പോൾ എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 അല്ലേ, 1 ഇൻറ്റു സെക്കൻഡ് ഇൻറ്റു തേർഡ്, അതായത് cos x ഇൻറ്റു log x പ്ലസ് അടുത്തത് ഫസ്റ്റും തേർഡും, അതായത് സെക്കൻഡ് ഡെറിവേറ്റീവ് അല്ലേ, ഫസ്റ്റ് തേർഡ് ഇൻറ്റു സെക്കൻഡ് ഡെറിവേറ്റീവ്, അതായത് എക്സ് ഇൻറ്റു log x ഇൻറ്റു cos എക്സിൻ്റെ ഡെറിവേറ്റീവ് -sin x ആണ്. പ്ലസ് അടുത്തത് ലാസ്റ്റിൻ്റെ ഡെറിവേറ്റീവ് ഇൻറ്റു ഫസ്റ്റ് സെക്കൻഡ്, അതായത് എക്സ് ഇൻറ്റു cos x ഇൻറ്റു log എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x. ഇനി ഇത് ഓർഡറിൽ ഇതേ ഓർഡറിൽ വേണമെന്നൊന്നുമില്ല, ഡെറിവേറ്റീവും അതെല്ലാം കൃത്യമായാൽ മാത്രം മതി. ഇതിൻ്റെ ഓർഡർ ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാലും കുഴപ്പമൊന്നുമില്ല, ഡെറിവേറ്റീവ് എഴുതുന്നത് കൃത്യമായാൽ മാത്രം മതി. സോ നമുക്ക് എന്താ കിട്ടാം, cos x log x മൈനസ് ഇവിടെ ഒരു നെഗറ്റീവ് ഉണ്ടല്ലോ, -x sin x log x പ്ലസ്
ഇവിടെ എക്സ് എക്സും കട്ട് ചെയ്യുന്നുണ്ട്, പിന്നെ കോസ് എക്സ് മാത്രമേ ലാസ്റ്റ് ടേമിലില്ലൂ. ദെൻ ഡി വി ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു ഡി യു ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു എക്സ് കോസ് എക്സ് ഇൻറ്റു ബ്രാക്കറ്റിൽ കോസ് എക്സ് ലോഗ് എക്സ് മൈനസ് എക്സ് സൈൻ എക്സ് ലോഗ് എക്സ് പ്ലസ് കോസ് എക്സ്. ഇനി വി എന്നുള്ള ടേം, വി എന്ന് പറഞ്ഞാൽ ഒരു പോളിനോമിയൽസ് ആയിട്ടാണുള്ളത് അല്ലേ. എക്സ് സ്ക്വയർ പ്ലസ് 1 ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് 1. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഓരോരോ പോളിനോമിയൽ പോലെയാണ് ഉള്ളത്. ഇവിടെ നമുക്ക് പിന്നെ ലോഗിൻ്റെ ആവശ്യമൊന്നും, ലോഗ് വെച്ച് വേണം ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. അല്ലെങ്കിൽ ഡയറക്റ്റ്ലി കോഷ്യൻ റൂൾ വെച്ചും ചെയ്യാം അല്ലേ. രണ്ട് രീതിയിൽ ചെയ്യാം. അപ്പോൾ ഏതാണോ സൗകര്യം എന്ന് വെച്ചാൽ ആ രീതിയിൽ ചെയ്യാം. ഞാനിവിടെ ഡി വി ബൈ ഡി എക്സ് കണ്ടത് ലോഗൊന്നും അപ്ലൈ ചെയ്യാതെ ഡയറക്റ്റ്ലി കോഷ്യൻ റൂൾ ഉപയോഗിച്ചിട്ടാണ്. സിംപ്ലിഫൈ ചെയ്യാൻ ചിലപ്പോൾ അതാണ് കുറച്ചും കൂടി എളുപ്പമെന്ന് തോന്നിയതുകൊണ്ട് കോഷ്യൻ റൂൾ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ചെയ്തത്. കാരണം രണ്ടും പോളിനോമിയൽ ബൈ പോളിനോമിയൽ അല്ലേ, ആ രീതിയിലല്ലേ ഉള്ളത്. ഇപ്പോൾ ഡി വി ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ, അതായത് എക്സ് സ്ക്വയർ മൈനസ് 1 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു ഡെറിവേറ്റീവ് 2x ആണല്ലോ, മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു അതായത് എക്സ് സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് അത് 2x എന്നല്ലേ വരൂ, ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ അതായത് എക്സ് സ്ക്വയർ മൈനസ് 1 ഹോൾ സ്ക്വയർ. ഇനി ന്യൂമറേറ്ററിൽ ക്യാൻസൽ ചെയ്യാവുന്നതൊക്കെ ക്യാൻസൽ ചെയ്യുക. അവിടെ എക്സ് സ്ക്വയറിൻ്റെ 2xഉം എക്സ് സ്ക്വയറിൻ്റെ 2xഉം ഒക്കെ നെഗറ്റീവ് പോസിറ്റീവ് ക്യാൻസൽ ചെയ്യും. പിന്നെ മൈനസ് 2x അതായത് മൈനസ് 4x ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് 1 ഹോൾ സ്ക്വയർ എന്നാണ്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ റൂളിൽ തന്നെ നമുക്ക് ഡയറക്റ്റ്ലി പെട്ടെന്ന് ആൻസർ കിട്ടിയിട്ടുണ്ട് ഡി വി ബൈ ഡി എക്സിൻ്റെത്. പിന്നെ ഡയറക്റ്റ്ലി തന്നെ ആൻസർ കിട്ടി. ഹെൻസ് ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി യു ബൈ ഡി എക്സ് പ്ലസ് ഡി വി ബൈ ഡി എക്സ്. രണ്ട് ആൻസറും ആഡ് ചെയ്ത് എഴുതുക. ഇതാണ് ഡി വൈ ബൈ ഡി എക്സ് വരിക. അപ്പോൾ ഇതിൽ ചിലതൊക്കെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുണ്ടാവുമായിരിക്കും. നിനക്കത് കൂടുതൽ പ്രോബ്ലം ചെയ്തു വരുമ്പോൾ ഈസി ആയിട്ട് തോന്നും. ലോഗരിതമിക് ഡിഫറൻസിയേഷൻ നന്നായി മനസ്സിലാക്കിയിട്ട് ശ്രദ്ധയോടെ ചെയ്യാം. രണ്ട് ഹോംവർക്ക് കൂടെ കൊടുത്തിട്ടുണ്ട്. സൈൻ എക്സ് റേസ് ടു എക്സ് പ്ലസ് സൈൻ ഇൻവേഴ്സ് റൂട്ട് എക്സ്. ഇത് ഇതേപോലെ യുവും വി ഒക്കെ എടുത്തിട്ട് വൈ ഈക്വൽ ടു യു പ്ലസ് വി എടുത്തിട്ട് ചെയ്യാം. ഇതിൽ രണ്ടാമത്തെ സൈൻ ഇൻവേഴ്സ് റൂട്ട് എക്സ് നിങ്ങൾക്ക് ലോഗൊന്നും എടുക്കണ്ട, അത് ഡയറക്റ്റ്ലി സൈൻ ഇൻവേഴ്സിൻ്റെ ഡെറിവേറ്റീവ് ഇല്ലേ 1 ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ, സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് അല്ലേ, അത് റൂട്ട് എക്സ് അതിന് പകരം റൂട്ട് എക്സ് കൊടുത്തിട്ട് ചെയിൻ റൂളിൽ അപ്ലൈ ചെയ്യും. അങ്ങനെ വരും, അത് ഡയറക്റ്റ്ലി ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇവിടെ യുവിൻ്റെത് മാത്രമേ ലോഗിൽ ചെയ്യേണ്ടതുള്ളൂ, വിൻ്റെത് ഡയറക്റ്റ്ലി തന്നെ ചെയ്യാൻ പറ്റും. അതുപോലെ രണ്ടാമത്തെ പ്രോബ്ലം